വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്ന് നമുക്ക് കുറച്ച് കറണ്ട് അഫയേഴ്സ് പഠിച്ചാലോ? രാജ്യത്തെ ആദ്യത്തെ 24x7 ഓൺലൈൻ കോടതി പ്രവർത്തനം തുടങ്ങിയത് എവിടെയാണ്? എവിടെയാ പ്രവർത്തനം തുടങ്ങിയെന്ന് അറിയോ നിങ്ങൾക്ക്? നമ്മുടെ കേരളത്തിലെ കൊല്ലം ജില്ലയിലാണ് പ്രവർത്തനം തുടങ്ങിയത്. എന്താണ് 24x7 ഓൺലൈൻ കോടതിയുടെ പ്രത്യേകത? എവിടെയിരുന്നും ഏത് സമയത്തും കോടതി സംവിധാനത്തിൽ ഓൺലൈനായി പ്രവേശിക്കാനാകും എന്നതാണ് ഇതിന്റെ പ്രത്യേകത. അതായത് കക്ഷികളോ അഭിഭാഷകരോ കോടതിയിൽ നേരിട്ട് ഹാജരാകാതെ തന്നെ വാദവും വിചാരണയും കേസിന്റെ എല്ലാ നടപടിക്രമങ്ങളും നമുക്ക് ഓൺലൈനായിട്ട് നടത്താൻ പറ്റുമെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ക്ലിയർ ആയല്ലോ? അടുത്തു നോക്കൂ. സംസ്ഥാനത്തെ സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ, നമ്മുടെ സംസ്ഥാനത്ത് കേരള സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ വേദി എവിടെയായിരുന്നു? ആലപ്പുഴ ജില്ലയിലായിരുന്നു വേദി. തുടർച്ചയായി രണ്ടാം വട്ടവും ചാമ്പ്യന്മാരായത് ആര്? അപ്പൊ കഴിഞ്ഞ വർഷവും ചാമ്പ്യനായി ഈ വർഷവും. അപ്പൊ മലപ്പുറം ജില്ലയാണ് ആലപ്പുഴ ജില്ലയിൽ നടന്ന സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ രണ്ടാം വട്ടവും തുടർച്ചയായി ചാമ്പ്യന്മാരായത്. ഏത് ജില്ല? മലപ്പുറം ജില്ല. കണ്ണൂര്, കോഴിക്കോട് എന്നിവ 2ഉം 3ഉം സ്ഥാനങ്ങൾ നേടി. അപ്പൊ ആലപ്പുഴ ജില്ലയിലെ സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം നടന്നു. അത് വിന്നർ ആയത് ആരാണ്? ചാമ്പ്യൻ ആയത് മലപ്പുറം ജില്ലയാണ്. കഴിഞ്ഞ വർഷം മലപ്പുറം ജില്ല 2023-ലും 2024-ലും മലപ്പുറം ജില്ല തന്നെ ചാമ്പ്യൻ ആയിട്ടോ. അടുത്തത് 2024-ലെ 73-ാമത്തെ മിസ് യൂണിവേഴ്സ് മലയാളം എന്താ? വിശ്വ സുന്ദരി പട്ടം ആര് നേടി? വിക്ടോറിയ കാജർ തിൽവിഗ് ആണ് നേടിയത്. 21 വയസ്സുള്ള ലേഡിയാണ്. അവര് ഡെൻമാർക്കുകാരിയാണ്. അപ്പൊ 21 വയസ്സുള്ള ഡെൻമാർക്കുകാരിയായ വിക്ടോറിയ കാജർ തിൽവിഗ് എന്ന് പറയുന്ന ലേഡിയാണ് 2024-ലെ 73-ാമത്തെ വിശ്വസുന്ദരി പട്ടം നേടിയത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രേ ഡെൻമാർക്കിന് ഇങ്ങനെ ഒരു വിശ്വസുന്ദരി പട്ടം ലഭിക്കുന്നത്. അടുത്തത് G20 രാജ്യങ്ങളുടെ 19-ാമത്തെ ഉച്ചകോടി എവിടെയാണ് നടന്നത്? നമ്മുടെ 2024 നവംബറില് ബ്രസീലിലെ റിയോ ഡി ജനീറോയിലാണ് നടന്നത്. അടുത്തത് നമ്മുടെ നവംബർ 14-നാണ് ലോക പ്രമേഹ ദിനം. അതുപോലെ തന്നെ ഇന്ത്യയിലെ ശിശുദിനം എന്നൊക്കെ അറിയാം അല്ലെ? അപ്പൊ 2024-ലെ ലോക പ്രമേഹ ദിനത്തിന്റെ വിഷയം എന്തായിരുന്നു? ബ്രേക്കിംഗ് ബാരിയേഴ്സ്, ബ്രിഡ്ജിംഗ് ഗ്യാപ്പ്. എന്താണ്? ബ്രേക്കിംഗ് ബാരിയേഴ്സ്, ബ്രിഡ്ജിംഗ് ഗ്യാപ്സ് എന്നതായിരുന്നു 2024-ലെ ലോക പ്രമേഹ ദിനത്തിന്റെ വിഷയം. സംസ്ഥാനത്ത് ഒരു പദ്ധതി ഉണ്ട്, മിഠായി അല്ലെ? കേരള ഗവൺമെന്റിന്. എന്താ സംഭവം അത്? അതായത് ടൈപ്പ് 1 പ്രമേഹ ബാധിതരെ സഹായിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് മിഠായി. എന്താണ്? സംസ്ഥാനത്ത് 20 വയസ്സിന് താഴെ ഉള്ള 3000-ലധികം ടൈപ്പ് 1 പ്രമേഹ ബാധിതരുണ്ട്. അവരെ സഹായിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് എന്താ? മിഠായി എന്ന് പറയുന്നത്. എന്താണ് ആ പദ്ധതിയുടെ പേര്? മിഠായി ട്ടോ. അടുത്തത് പ്രിൻസിപ്പാലിറ്റി ഓഫ് സീലാൻഡ്. എന്താണ്? പ്രിൻസിപ്പാലിറ്റി ഓഫ് സീലാൻഡ് എന്ന് പറയുന്നത് ഒരു രാജ്യമാണെന്നാ പറയുന്നത്. അതിനെ കുറിച്ച് നമുക്ക് പറയാം. അത് ആ സ്ഥലം വാർത്താ പ്രാധാന്യം നേടിയത് എങ്ങനെയാണെന്നാ ചോദിക്കണേ. എന്താണ് പ്രത്യേകത? വെറും 2 തൂണുകളിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ വിചിത്ര രാജ്യമാണ് പ്രിൻസിപ്പാലിറ്റി ഓഫ് സീലാൻഡ്. കണ്ടോ? വെറും 2 തൂണുകളിൽ മാത്രം സ്ഥിതി ചെയ്യുന്ന 0.004 ചതുരശ്ര കിലോമീറ്റർ മാത്രം വലിപ്പമുള്ള കടലിൽ ഉയർന്നു നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് ഈ രാജ്യം സ്ഥിതി ചെയ്യുന്നത്. അതിന് എത്ര ചതുരശ്ര കിലോമീറ്റർ ഉണ്ടെന്നാ പറയണത്? വലിപ്പം 0.004 മാത്രമേ ഉള്ളൂ. ഇംഗ്ലണ്ടിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അന്താരാഷ്ട്ര നിയമപ്രകാരം രാജ്യമെന്ന് ഇതിനെ അംഗീകരിക്കപ്പെട്ടിട്ടില്ല എങ്കിലും സർക്കാരുണ്ട്. അതുപോലെ തന്നെ എന്തുണ്ട് എന്നാ പറയുന്നത്? പതാകയുണ്ട്, നാണയുണ്ട്, ദേശീയ ഗാനം ഒക്കെ എന്തിനുണ്ട്? സീലാൻഡിനുണ്ട്. അത് ഓർക്കാം. 2008-ല്
ഗിന്നസ് റെക്കോർഡ് സീലാൻഡിന് രാജ്യ പദവി അവകാശപ്പെടുന്ന ഏറ്റവും ചെറിയ പ്രദേശം എന്ന അംഗീകാരം കൂടെ നൽകി. അതുകൊണ്ടാണ് നമ്മൾ പ്രിൻസിപ്പാലിറ്റി ഓഫ് സീലാൻഡ് എന്ന് പറയുന്നത് ഈ അടുത്തിടെ വാർത്താ പ്രാധാന്യം നേടിയ വിചിത്ര രാജ്യം എന്നൊക്കെ വിശേഷിപ്പിച്ചു. ക്ലിയർ ആയല്ലോ? ഇന്ത്യൻ വംശജർ പ്രസിഡന്റും പ്രധാനമന്ത്രിയുമായ ആഫ്രിക്കൻ ദ്വീപ് രാജ്യം ഏതാണ്? ഒരു ആഫ്രിക്കൻ ദ്വീപ് രാജ്യത്തിലെ പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഒക്കെ ഇന്ത്യൻ വംശജരാണ്. ഏതാണ് ആ രാജ്യം? മൗറീഷ്യസ് ആണ്. എന്താണ് അതിന്റെ പ്രത്യേകത? അതായത് മൗറീഷ്യസില് കരിമ്പ് തോട്ടങ്ങളിൽ പണിയെടുക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാര് നമ്മുടെ ഇന്ത്യയിൽ ഭരിക്കുമ്പോൾ 5 ലക്ഷത്തോളം ആൾക്കാരെ ഇവിടുന്ന് മൗറീഷ്യസിലേക്ക് കൊണ്ടുപോയി. അവരുടെ പിൻതലമുറക്കാരാണ് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി പ്രസിഡന്റ് ഒക്കെ. അതുകൊണ്ടാണ് എന്താ പറയുന്നത്, ഇന്ത്യൻ വംശജരായ പ്രസിഡന്റും പ്രധാനമന്ത്രി എന്നൊക്കെ പറയണത്. ഈ നമ്മുടെ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഉണ്ടല്ലോ, ഇന്ദിരാഗാന്ധി മൗറീഷ്യസിനെ വിശേഷിപ്പിച്ചത് എന്താണെന്നറിയോ നിങ്ങൾക്ക്? ചോട്ടാ ഭാരത് എന്നാണ്. ഈ മൗറീഷ്യസിലെ ഇന്ത്യൻ വംശജനായ പ്രസിഡന്റ് പൃഥ്വിരാജ് സിംഗ് തൂപ്പൂൻ. ആരാണ്? പൃഥ്വിരാജ് സിംഗ് തൂപ്പൂൻ. പ്രധാനമന്ത്രിയോ? നവീൻ രാം ഗുലാം. നവീൻ രാം ഗുലാം. അപ്പൊ മൗറീഷ്യസ് പ്രസിഡന്റ് ഇന്ത്യൻ വംശജനായ പൃഥ്വിരാജ് സിംഗ് തൂപ്പൂനും അതുപോലെ തന്നെ പ്രധാനമന്ത്രി എന്താണ്? നവീൻ രാം ഗുലാം. അടുത്തത്, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ദീർഘദൂര ശബ്ദാതിവേഗ മിസൈലിന്റെ പരീക്ഷണ വിക്ഷേപണം വിജയകരമായി നടത്തിയത് എവിടെ വെച്ചായിരുന്നു? ഒഡീഷയിലെ ഡോക്ടർ APJ അബ്ദുൽ കലാം ദ്വീപിലെ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ വെച്ചായിരുന്നു. ശബ്ദത്തിന്റെ 5 ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കുന്ന ഹൈപ്പർസോണിക് മിസൈൽ വിജയകരമായി പരീക്ഷിച്ച ഇന്ത്യ ഈ നേട്ടം കൈവരിക്കുന്ന 4ാമത്തെ രാജ്യമായി. 1, 2, 3 സ്ഥാനം ഓർക്കണം. US, റഷ്യ, ചൈന, ഇന്ത്യ. അങ്ങനെയാണ് 4 പൊസിഷൻ. ക്ലിയർ ആയല്ലോ? ഇനി നാഷണൽ പ്രസ് ഡേ അഥവാ ദേശീയ മാധ്യമ ദിനം എന്നാണ്? നവംബർ 16-നാണ്. 2024 ദേശീയ മാധ്യമ ദിനത്തിന്റെ വിഷയം എന്തായിരുന്നു? ചേഞ്ചിങ് ദ നേച്ചർ ഓഫ് പ്രസ് എന്നായിരുന്നു. ചേഞ്ചിങ് നേച്ചർ ഓഫ് പ്രസ് എന്നായിരുന്നു ട്ടോ. അടുത്തത്, ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായി 3 രാഷ്ട്രങ്ങൾ സഞ്ചരിക്കാനുള്ള തീരുമാനം എടുത്ത് നരേന്ദ്രമോദി, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോയി. അങ്ങനെ അദ്ദേഹം നൈജീരിയ സന്ദർശിച്ചു. അപ്പൊ നൈജീരിയ സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആ രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയായ രണ്ടാമത്തെ പരമോന്നത ബഹുമതിയാണ് കൊടുത്തത്. അപ്പോ അതെന്താന്നാ പറയുന്നത്? അപ്പൊ നൈജീരിയയുടെ 2ാമത്തെ പരമോന്നത ബഹുമതി നൈജീരിയ സന്ദർശിച്ചപ്പോ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചു. ഏതാണ് ആ ബഹുമതി? ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദ ഓർഡർ ഓഫ് ദ നൈജർ. ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദ ഓർഡർ ഓഫ് ദ നൈജർ. 1969 ബ്രിട്ടനിലെ എലിസബത്ത് രാജ്ഞിക്ക് ശേഷം ഈ ബഹുമതി ലഭിക്കുന്ന 2ാമത്തെ വിദേശിയാണ് മോദി. അപ്പൊ 2 ആൾക്കാർക്കേ പുറത്തു പോയിട്ടുള്ളൂ എന്നുള്ളത്. ഒന്ന് എലിസബത്ത് രാജ്ഞിക്കും, അടുത്തത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും. ഇദ്ദേഹം ധാരാളം രാജ്യങ്ങള് പര്യടനം നടത്തിയിട്ടുള്ള ആളാണെന്ന് നമുക്കറിയാം. അതൊക്കെ നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്, അതായത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് 17 രാജ്യങ്ങളുടെ പരമോന്നത ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട്. അതും മനസ്സിലാക്കുക. അടുത്ത നോക്കൂ, ഏത് ഗോത്രവർഗ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ 150-ാം ജന്മവാർഷികത്തിന്റെ ഭാഗമായുള്ള ഒരു വർഷം നീളുന്ന ആഘോഷങ്ങൾക്കാണ് 2024 നവംബർ 15-ന് തുടക്കം കുറിച്ചത്? ആരാന്നറിയോ നിങ്ങൾക്ക്? ജാർഖണ്ഡ് സംസ്ഥാനത്ത് ജനിച്ച ബിർസ മുണ്ട. ആരുടെയാണ്? ജാർഖണ്ഡിലെ ബിർസ മുണ്ട. നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് മുണ്ട കലാപം, അല്ലെ? നമ്മൾ കേട്ടിട്ടുള്ളതാണത്. ബ്രിട്ടീഷുകാരുടെ അടിച്ചമർത്തലുകൾക്കെതിരെ ഉൽ ഗുലാൻ എന്നറിയപ്പെടുന്ന മുണ്ട കലാപം 1899 1900 കാലഘട്ടത്തിൽ നേതൃത്വം നൽകിയ വ്യക്തിയാണ് ബിർസ മുണ്ട. ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യ പോരാളികളുടെ ഓർമ്മയ്ക്കായി ബിർസ മുണ്ടയുടെ ജന്മദിനമായ നവംബർ 15 ജൻ
ജാതീയ ഗൗരവ്. എന്താണ്? ജൻജാതീയ ഗൗരവ് അഥവാ ഗോത്ര സ്വാഭിമാന ദിനം ആയി ആഘോഷിക്കാൻ 2021 തന്നെ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ? അടുത്തത് നോക്കൂ. 2024 നവംബർ 18 കൊൽക്കത്തയിൽ അന്തരിച്ച ഉമാദാസ് ഗുപ്ത, അതായത് 84 വയസ്സുള്ള ഒരു ലേഡി 2024 നവംബറില് കൽക്കത്തയിൽ അന്തരിക്കുകയാണ്. അവർ ഏത് നിലയിൽ അറിയപ്പെട്ട ഒരു ലേഡിയാണെന്നാ ചോദിക്കണം. അവരുടെ പ്രത്യേകത സത്യജിത് റായിയുടെ ക്ലാസിക് ചലച്ചിത്രമായ പാത്തേർ പാഞ്ചാലിയിലെ ദുർഗ എന്ന കഥാപാത്രത്തെ അനശ്വരയാക്കിയ ബാലനടിയാണ് ആര്? ഉമാ ദാസ് ഗുപ്ത. ക്ലിയർ ആയല്ലോ? അടുത്തത് ഇന്ത്യയുടെ CAG അതായത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആയി നിയമിക്കപ്പെട്ടത് ആരാണ്? കെ സഞ്ജയ് മൂർത്തിയാണ്. ആരാണ്? കെ സഞ്ജയ് മൂർത്തി. ഇന്ത്യയും ഏത് രാജ്യവും ചേർന്നുള്ള സൈനിക അഭ്യാസത്തിന്റെ പേരാണ് ഗരുഡ ശക്തി. ഏതാണ്? ഗരുഡ ശക്തി. അറിയാലോ നിങ്ങൾക്ക്? ഇന്തോനേഷ്യ അല്ലെ? ഇന്തോനേഷ്യ ഗരുഡ നമ്മൾ പഠിച്ചിട്ടുള്ളതാണത്. ഇനി നെക്സ്റ്റ് വൺ, വൈറ്റ് ഹൗസ് മാധ്യമ സെക്രട്ടറിയായി നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത് ആരെയാണ്? ആരെയാണ്? കരോളിൻ വൈറ്റിനെയാണ്. ഇത് പഠിക്കാൻ ഒരു കാരണമുണ്ട്. ഈ പദവിയിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് അല്ലെങ്കിൽ ലേഡിയാണ് ആര്? 27-കാരിയായ കരോളിൻ. അടുത്തത് രാജ്യത്തെ മികച്ച സമുദ്ര ബന്ധന സംസ്ഥാനമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? കേരളാണ്. കൊല്ലമാണ് രാജ്യത്തെ മികച്ച സമുദ്ര ബന്ധന ജില്ല. അടുത്ത നോക്ക, തെലങ്കാനയാണ് മികച്ച ഉൾനാടൻ മത്സ്യ ബന്ധന സംസ്ഥാനം. ഒരെണ്ണം കൂടി ഉണ്ട്, ഛത്തീസ്ഗഡിലെ കാങ്കർ എന്ന് പറയുന്ന സ്ഥലമാണ് അല്ലെങ്കിൽ ജില്ലയാണ് മികച്ച ഉൾനാടൻ മത്സ്യബന്ധന ജില്ല. ക്ലിയർ ആയല്ലോ? കാലാവസ്ഥാ വ്യതിയാനം ചെറുക്കാനുള്ള ശ്രമങ്ങളിൽ മുൻനിരയുള്ള രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഇന്ത്യയുടെ സ്ഥാനം 10ആണ്. 63 രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും ഉൾപ്പെട്ടതാണ് പട്ടിക. കഴിഞ്ഞ വർഷം ഇന്ത്യക്ക് 8ാമത്തെ പൊസിഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ എന്തായി? 10ആയി. അസർബൈജാനിലെ ബാക്കുവിൽ നടന്ന UN കാലാവസ്ഥാ ഉച്ചകോടിയിൽ കാലാവസ്ഥാ വ്യതിയാന സൂചിക പുറത്തിറക്കി. അങ്ങനെ പുറത്തിറക്കിയപ്പോ ആ സൂചികയിൽ ആദ്യ 3 സ്ഥാനങ്ങളിലും ഒരു രാജ്യങ്ങളും ഇല്ല. 4ാമത്തെ സ്ഥാനത്ത് ഡെൻമാർക്ക്, ഇനി അതുപോലെ തന്നെ നെതർലൻഡ്സും ഉണ്ട്. അപ്പൊ അതിനർത്ഥം എന്താ? ഡെൻമാർക്കും നെതർലൻഡ്സും ആണ് ഏറ്റവും കുറച്ച് കാർബൺ പുറത്തള്ളുന്ന രാജ്യങ്ങൾ കേട്ടോ. അപ്പൊ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 10ആണ്. അപ്പൊ സ്ഥാനം മോശമാവുകയാണ് ചെയ്തത്, 8ൽ നിന്ന് 10ആയി അല്ലെ? അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സിൽ നമുക്കുള്ളത്. ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.